നമ്മളുടെ മാത്സ് മന്ത്രയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ സമയത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു മാത്സ് മന്ത്ര എന്ന് പറയുന്നതിലുള്ള സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പേന എടുക്കാതെ ആരും പറഞ്ഞു തരാത്ത രീതിയിൽ, വേറെ ക്ലാസ്സിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള മെത്തേഡ്സിൽ നമുക്ക് എങ്ങനെ ഏറ്റവും കുറച്ച് എഴുതി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി ക്ലാസ്സുകളെല്ലാം നിങ്ങൾ നമ്മളുടെ ചാനൽ കണ്ടൻറ്റ് നോക്കി ആദ്യം മുതൽ പഠിക്കുക. ഒരാൾ 60% സേവ് ചെയ്യുന്നു, 10% ഇൻകം ടാക്സ് കഴിഞ്ഞിട്ട്. 1 year later ഹിസ് ഇൻകം ഇൻക്രീസ് ബൈ ഇത്രയും ആഫ്റ്റർ ഡെഡ്യൂസിങ് ദ സെയിം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഇൻകം കൂടി, സെയിം പെർസെൻറ്റേജ് ഇൻകം ടാക്സ് കഴിഞ്ഞിട്ട് 70% സേവ് ചെയ്യുന്നുണ്ട്. എക്സ്പെൻഡിച്ചറുള്ള ചേഞ്ച് ഇവിടെ ഏറ്റവും കുറച്ചത് എങ്ങനെ എഴുതാൻ പറ്റും? 60% ഇൻകം സേവ് ചെയ്യുന്നു ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ്. അപ്പം വായിക്കുമ്പോൾ നന്നായിട്ട് വായിക്കണം. 100 ഇൻകം എങ്കിൽ 10% ഇൻകം ടാക്സ് പിടിക്കുന്നു, ബാക്കി 90 ആ 90 നിന്നാണ് എന്ത് ചെയ്യുന്നത്, സേവ് 60% ഇൻകം ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് 10% ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് കഴിഞ്ഞിട്ട് 60%, കഴിഞ്ഞിട്ടുള്ളതിൻ്റെ 60% ആണ്. അല്ലാതെ 100 ആണെങ്കിൽ 60 അല്ല അയാൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ 90ൻ്റെ 60%, 54 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ സേവ് ചെയ്യുന്നുണ്ട്. ബാക്കി എത്ര രൂപ അയാളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ബാക്കി 36 രൂപ. 36 ആയിരുന്നു ആദ്യത്തെ എക്സ്പെൻഡിച്ചർ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതിയിടാം. 1 year later ഹിസ് ഇൻകം 100% കൂടി, അതായത് ഇരട്ടിയായി, 200 ആഫ്റ്റർ ഡെഡ്യൂസിങ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ഇൻകം ടാക്സ്. അതായത് 10% ഇൻകം ടാക്സ് എന്ത് ചെയ്തു, പിടിച്ചു. അതായത് 200ൻ്റെ 10% 20 പിടിച്ചിട്ട് ബാക്കി 180 ഉണ്ട്. ഹി സേവ് 70% ഓഫ് ഹിസ് ടാക്സ് ഡിഡക്റ്റഡ് ഇൻകം. അതായത് 180ൻ്റെ 70% എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി 180ൻ്റെ 30% ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അയാളുടെ എക്സ്പെൻഡിച്ചർ. 180ൻ്റെ 30% എന്ന് പറഞ്ഞാൽ 18 10%, 18 × 3 54 എന്തെന്ന് പറയുന്നത് അയാളുടെ ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ. 36 54 അതായത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3 ആണ്. 1/2 50% എന്ത് കൂടുന്നു, അല്ലെങ്കിൽ 36 18 കൂടുന്നത്. എത്രയിൽ? 36. പേന എടുക്കാതെ തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അത് എഴുതുന്നോ അത്രത്തോളം ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, നിങ്ങളുടെ മുന്നിൽ കടന്നു പോകും. അതായത് നിങ്ങൾക്കായി പെട്ടെന്ന് ചെയ്തിട്ട് പോകും. നമ്മുടെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഞാൻ എന്ത് ചെയ്യാം, ഇതുപോലെ പറഞ്ഞു തരാം. അപ്പോൾ അതിന് ബേസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മളുടെ ചാനലിലെ വീഡിയോസ് ക്ഷമയോടെ ഇരുന്ന് കണ്ട് പഠിക്കാം. ഓക്കെ, ഫ്രം എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് എഗ്സ് 20% ഓഫ് എഗ്ഗ് ബ്രോക്കായി, 8 പേര് 8% ഇതായി, 27% മാറ്റിവെച്ചു. റിമൈനിങ് 12 ആണുള്ളത്. എത്ര എണ്ണം ഉണ്ടായിരുന്നു? അപ്പോൾ 20, 24, 8 52% ആണുള്ളത് പോയത്. ബാക്കി 48% ആണുള്ളത്. ടോട്ടൽ ഫുള്ള് 100%. 48%ൻ്റെ വാല്യൂ ആണ് 12. 48 12 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 12 40 1/4 ആണ്. 100% എത്ര? അപ്പോൾ 100/4 25 എണ്ണം എന്തുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. പെർസെൻറ്റേജിൻ്റെ ബേസിക് ക്ലാസ് കണ്ടവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഏകലവ്യ ബാച്ചിൽ അത് ചെയ്യുന്നുണ്ട്. യെസ്, ഈ കാൻഡിഡേറ്റിന് ഇത്രയും വോട്ടുണ്ട് ഇലക്ഷനിൽ, ഒപ്പോണൻറ്റിനെ തോപ്പിച്ചു ഇത്രയും വോട്ടിന്. ഒരു വോട്ടും ഇൻവാൾവും അല്ല, 2 പേരേ ഉള്ളൂ. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് വോട്ട് ഒബ്റ്റെയിൻഡ് വരെ വിന്നിങ് കാൻഡിഡേറ്റ്. അതായത് 412 250 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 2 4 6 1 5 6, അതായത് 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11ൻ്റെ മൾട്ടിപ്പിൾ, ആൻസർ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. താഴെ ടോട്ടൽ വേണം. ടോട്ടൽ വോട്ട് നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടി വരും. 41,250 ആണ് എന്തെന്ന് പറയുന്നത് കാൻഡിഡേറ്റ്, ജയിച്ച കാൻഡിഡേറ്റിന്. അതിനേക്കായി 7,500 കുറവാണ് ആർക്ക് കിട്ടിയത്, തോറ്റ കാൻഡിഡേറ്റ്. അപ്പോൾ രണ്ടുകൂടെ കൂട്ടുന്നതിൽ ടോട്ടൽ വോട്ട്, ആ ടോട്ടൽ വോട്ട് ഡിനോമിനേറ്ററി വരും. ടോട്ടൽ വോട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടുന്ന് 7,000 കുറയ്ക്കുക, അതായത് 34,250, പിന്നെ 500 കൂടെ കുറയ്ക്കുക, അതായത് 33,750. 33,750 എന്ന് പറയുമ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ 33,750. 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 7 10 5 3 8. 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതായത് ആൻസറിനകത്ത് ഇവിടെ ഈ ഒരു സാധനം കാണാം, ഇൻറ്റു ടോട്ടൽ. ഇതിനകത്ത് ഇത് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അടിയിൽ 11 ഇല്ല, മേളിൽ മാത്രമേ 11 ഉള്ളൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ആൻസറിനകത്ത് 11 ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ബി. അപ്പോൾ ഫുള്ള് കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ 33 75 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് പ്രൈസ് ഓഫ് കൊമോഡിറ്റി. ഇതൊക്കെ ഒരുപാട് പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പ്രൈസ് എന്ത് ചെയ്തു, 20% കൂടി. ഫാമിലിക്ക് 8% കൂടുതലേ എന്ത് ചെയ്യാനുള്ളൂ, അവിടെ കൊടുക്കാനുള്ളൂ. വാട്ട് പെർസെൻറ്റേജ് കൺസപ്ഷൻ കുറയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു 100 നിന്ന് 120, 100 നിന്ന് 108. ഇത് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എന്താ, 120 വലുതിൽ നിന്നും ചെറുതിലോട്ട് എത്താൻ വേണ്ടി, 120 നിന്ന് 108 എത്താൻ വേണ്ടി എത്ര പോകും, അല്ലെങ്കിൽ റേഷ്യോ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 120 നിന്ന് 108 എത്താൻ വേണ്ടി 12 കുറയ്ക്കണം. 12 കുറയ്ക്കണം എത്രയില്ല, 120ൽ 12 120 എത്ര ശതമാനമാണ്, 10%. അപ്പോൾ ആ ബേസിക് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാത്സ് മന്ത്ര എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡ് പറയാനുള്ളതല്ല. എങ്ങനെ പേന എടുക്കാതെ ഏറ്റവും ബെസ്റ്റ് വഴി എന്താണ്, ഏറ്റവും ബെസ്റ്റ് വഴി, ഇതൊരിക്കലും വേറെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇങ്ങനെ ബെസ്റ്റ് വഴി പറയത്തില്ല. കാര്യം കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല എന്നുള്ളൊരു ഫാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ ഇത് പറയത്തില്ല. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇത് മസ്റ്റാണ്.
ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്സ് യൂസ്ഫുള്ളായിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ തന്നെ ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബേസ് മുതൽ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അങ്ങനെ മനസ്സുള്ളവർക്ക് ജോലിക്ക് ഈസി ആയിട്ട് മാത്സ് എന്ന് പറയുന്നൊരു സംഭവം ഒരു പ്രശ്നമേ ആവില്ല. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 25% ഓഫ് ഇത് ഇത്രയാണ് വാല്യൂ ഓഫ് P/Q. പേന എടുക്കുക ചെയ്യാം. പെർസെൻറ്റേജ് പോയി ഓഫും പോയി 75/25 3 വരും. P+Q 3 ആണെങ്കിൽ P-Q ഇങ്ങ് താഴെ വരും 1 വരും. അപ്പോൾ P+Q 3 ആണ്, അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്. 2 1 3 ആണ്, ഇത് 4 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. ഇതല്ല P-Q 1 ആണ്. P-Q നമ്മൾ 2 - 1 1 ആണ്, ഇത് മൈനസ് വരും. നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, പേന എടുക്കുക ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് കൊടുക്കുക. ഓക്കെ, അത് കമൻറ്റായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് പേന എടുക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ബാക്കി നിങ്ങൾ ചാനലിലുള്ള ബാക്കി വീഡിയോസ്, നമ്മുടെ ഏകലവ്യ ബാച്ച് ഉണ്ട്, അർജുന ബാച്ച് എന്ന് പറഞ്ഞാൽ പിനാക്കിളിൻ്റെ സൊല്യൂഷനാണ്. നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. പിനാക്കിളിൻ്റെ ലേറ്റസ്റ്റ് ബുക്കിൻ്റെ സൊല്യൂഷനാണ് ചെയ്യുന്നത്. അത് നിങ്ങളൊക്കെ കണ്ടു നോക്കി മെത്തേഡ്സൊക്കെ മാറ്റി സെറ്റാക്കി പോവുക. ബേസിക് ക്ലാസ്സുകളുണ്ട്, റെയിൽവേയുടെ ക്ലാസ്സുകളുണ്ട്, അതൊക്കെ ഉള്ളത് കാണുക. ബാക്കി നമ്മൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.